ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള നമ്മുടെ ടൊവിനോ പോലീസ് വേഷത്തിൽ അഭിനയിച്ച വേറെ ലെവല് ഇൻവെസ്റ്റിഗേഷൻ ട്വിസ്റ്റഡ് ത്രില്ലർ മൂവി അന്വേഷിപ്പിൻ കണ്ടെത്തും. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള കഥകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇപ്പൊ തന്നെ ഒരു ലൈക്കായി കാണിച്ചുകൊണ്ട് നമ്മൾ കഥ ആരംഭിക്കല്ലേ. കഥയുടെ ആരംഭത്തിലെ നല്ല മഴയുള്ള ഒരു ദിവസം ഒരാള് ഓട്ടോയിൽ വന്നിറങ്ങുന്നില്ലേ. ഇങ്ങേര് തന്നെയാണ് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ്. ഇപ്പോ ആനന്ദ് എങ്ങോട്ടാ വന്നെന്ന് വെച്ചാല് SP കാണാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ SP കാത്ത് പുറത്തിരിക്കുമ്പോൾ തൊട്ടരികിലായിട്ട് നമ്മുടെ ആനന്ദ് ജോലി ചെയ്ത സ്റ്റേഷനിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന SIയോട് ഒരു പാർട്ടി പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങേര് ആരാന്നറിയോ? അപ്പൊ ഇൻസ്പെക്ടർ എനിക്കറിയില്ല, അതായത് നമ്മുടെ ലൗലി മാത്തൻ കേസ് അന്വേഷിച്ചില്ലേ ആ ഒരു ഓഫീസർ ആനന്ദാണ്. അപ്പൊ SI പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, അല്ല ഇപ്പോ ഇദ്ദേഹം സസ്പെൻഷനിലല്ലേ? അപ്പോ പാർട്ടിക്കാരൻ പറയുന്നുണ്ട്, ആനന്ദ് സാറിനെ കണ്ടുപഠിക്കണം, അതായത് ഒരു കേസ് അന്വേഷണം ഇറങ്ങിക്കഴിഞ്ഞാല് വല്ലാതെ ഡീപ്പായിട്ട് ആ ഒരു കേസിന്റെ പിന്നാലെ പോകാൻ നിൽക്കരുത്. അതായത് ഒരു കേസിനോടും ഒരു പരിധിയിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ പാടില്ലാന്ന് ആനന്ദ് സാറെ കണ്ട് പഠിക്കണം. ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. നമ്മുടെ ആനന്ദും ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു, ഇപ്പോൾ സസ്പെൻഷനിലാണ്. SP വിളിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ഹീറോ വന്നിട്ടുള്ളത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് ഹീറോയോട് പറയുന്നത്, കുറച്ച് നാളെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് SP കാണാൻ വരിക എന്നല്ലാതെ നിങ്ങളുടെ സസ്പെൻഷന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയില്ലേ? അടുത്ത പോസ്റ്റിംഗ് എവിടെയാ? അതിനെക്കുറിച്ച് SP ഒന്നും പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി തന്നെയാ ഞാൻ SP കാണാൻ വന്നേ. അപ്പൊ കോൺസ്റ്റബിൾ, ഇന്ന് നിങ്ങൾക്ക് എന്തായാലും പുതിയ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെല്യൂട്ട് അത് എൻ്റെ തന്നെ ഇരിക്കട്ടെ. അല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള SI ആനന്ദ് ഏത് കേസ് അന്വേഷിച്ചത്, എന്തുകൊണ്ടാണ് സസ്പെൻഷൻ കിട്ടിയത്, ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ഇനിയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ആനന്ദിന്റെ ലൈഫിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പോലീസുകാരനാണെന്നാണ്. അങ്ങനെ കുറെ നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷം അവസാനം SI പോസ്റ്റ് കിട്ടാണ്. അത് തന്റെ അച്ഛനോടോ അമ്മയോടോ. സന്തോഷത്തോടെ ഹീറോ പറയുമ്പോൾ അവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനന്ദിന് ആദ്യം പോസ്റ്റ് കിട്ടുന്നത് കോട്ടയത്തിലെ ഒരു സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ്. ആ ഒരു നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റങ്ങളെയും നമ്മുടെ ഹീറോ ശരിക്കൊന്ന് പഠിച്ചിട്ട് അതിലെ യഥാർത്ഥ കുറ്റവാളികളെ സത്യസന്ധമായിട്ടാണ് ഹീറോ അന്വേഷിച്ച് കണ്ടുപിടിക്കാറ്. അങ്ങനെ ആ ഒരു നാട്ടിലെ കേസുകളൊക്കെ നമ്മുടെ ഹീറോ പതിയെ പതിയെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് അതേ നാട്ടിലെ മാത്തൻ എന്ന ഒരാള് ഒരു കംപ്ലൈന്റുമായിട്ട് ആനന്ദിനെ കാണാൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പൊ ആനന്ദ്, എന്താണ് നിങ്ങളുടെ കംപ്ലൈന്റ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, സാറേ എന്റെ പേര് മാത്തൻ എന്നാണ്, എനിക്ക് 3 പെൺമക്കളാണ്, അതിൽ രണ്ടാമത്തെ മോളുടെ പേരാണ് ലൗലി. ലൗലി കഴിഞ്ഞ ദിവസം അവളുടെ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് കോളേജിലേക്ക് പോയതാ, എന്നാൽ ഇതുവരെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല സാറേ. എന്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് വരുമ്പോൾ എന്റെ മോളുടെ കൂട്ടുകാരുടെ വീട്ടില് കുറച്ചുനേരം ഗ്രൂപ്പ് സ്റ്റഡിയെല്ലാം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് അവളോട് പറഞ്ഞിട്ട് പോയതെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ വരാൻ ലേറ്റ് ആയിട്ടും നമ്മൾ ടെൻഷനായില്ല, കാരണം അവൾ സാധാരണ ഇതുപോലെ അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡി നടത്താറുണ്ട്. അങ്ങനെ വൈകുന്നേരം വരെ മോളെ കാത്തു. 7 മണിയായിട്ടും അവൾ വരാതായപ്പോ അവളെ കൂട്ടാനായിട്ട് അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഞാൻ പോയതാണ്. എന്നാൽ അവിടെ പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്, എന്റെ മകള് അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവര് പറഞ്ഞത് അവസാനമായിട്ട് ലൗലിയെ അവര് കോളേജിൽ വെച്ചാണ് കണ്ടതെന്നാണ്. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. കുറച്ച് നാളായിട്ട് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്റെ മോള് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് കോളേജിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ വീടിന്റെ കുറച്ചകലെ പോകുന്ന വഴിക്കൊരു പെട്ടിക്കടയുണ്ട്. അങ്ങനെ പോകുമ്പോ അങ്ങേരെ കണ്ടപ്പോ അങ്ങേര് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് അങ്ങേര് പറഞ്ഞ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമ്മൾ കാണുന്നത്. മാത്തന്റെ മകളായിട്ടുള്ള ലൗലി ഇല്ലേ, അവള് കോളേജിൽ നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങാണ്. ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ തൊട്ടരികിലാണ് നമ്മുടെ മാത്തിന് പരിചയമുള്ള ആ ഒരു പെട്ടിക്കടയിലെ ഓണർ ഉള്ളത്. അല്ല മോളെ ലൗലി, നീ എന്താ ഇന്ന് വന്നേന്ന് അങ്ങേര് ചോദിക്കുമ്പോ എക്സാം അടുത്തില്ലേ, ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് വാങ്ങാൻ ഇറങ്ങിയതാ. അപ്പോ അങ്ങേര് പറയുന്നുണ്ട്, മോളെ അച്ഛൻ കുറച്ച് വാഴവിത്ത് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വീട്ടിലുണ്ടെന്ന് പറഞ്ഞേക്ക്. അപ്പോഴാണ് ആ പെട്ടിക്കടയിലെ 2 പയ്യന്മാര് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നേ. ലൗലി പോകുമ്പോ അവളുടെ പിന്നാലെ അവരും പോകുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ പെട്ടിക്കടയിലെ ഓണർ കണ്ടിരുന്നില്ലേ, അത് മാത്തിനോട് പറഞ്ഞപ്പോ നമ്മുടെ ഇൻസ്പെക്ടർ ആനന്ദിനോടും ആ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ടീം ആ ഒരു പെട്ടിക്കടയിൽ വന്നിട്ട് ഓണറോട് ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് ലൗലിയെ നിങ്ങളല്ലേ കണ്ടിട്ടുണ്ടായിരുന്നേ, വേറെ ആരെങ്കിലും ഇതിലെ പോകുന്നതോ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതോ നിങ്ങൾ കണ്ടിരുന്നോ? അങ്ങനെ പറയുന്നുണ്ട്, സാറേ 2 പയ്യന്മാർ വന്നിട്ട് ലൈം വേണമെന്ന് പറഞ്ഞു, അപ്പൊ ഞാനത് എടുത്തോണ്ടിരിക്കുമ്പോൾ 2 സിഗരറ്റും വാങ്ങി വലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലൈം എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ലൗലി ബസ് ഇറങ്ങി വന്നത്. അങ്ങനെ എന്നോട് സംസാരിച്ചിട്ട് അവള് കോളേജിലേക്ക് പോയി. ലൗലി പോയി കഴിഞ്ഞപ്പോൾ പയ്യന്മാര് ചോദിച്ച ലൈം കൊടുക്കാൻ അവര് നോക്കിയപ്പോൾ അവരെ അവിടെ ഇവിടെയും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ടർ ആനന്ദിനോട്
ആനന്ദിനൊരു സംശയം വരുന്നുണ്ട്. ഇനി ലവ്ലിയുടെ പിന്നാലെയാണ് അവർ പോയതെങ്കിലോ? ആ ഒരു പയ്യന്മാര് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ മാത്തന്റെ അയൽവാസി നെയ്ബർ പറയുന്നുണ്ട്, സാറേ ഇവിടെ കുറച്ച് അകലായിട്ട് ഒരു 4 പയ്യന്മാര് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങേര് പറയുന്നത് അവരെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ ആനന്ദും ടീമും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് ലവ്ലി ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയത് എങ്ങനെയാണ്, അതിനുശേഷം അവര് ലവ്ലിയെ കണ്ടിട്ട് അവളുടെ പിന്നാലെ പോയിട്ടുണ്ടാവാം. ആരുമില്ലാത്ത ഏരിയ വന്നപ്പോ അവര് ചിലപ്പോ അവളോട് മോശമായിട്ട് പെരുമാറാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ആനന്ദ് ആലോചിച്ചുകൊണ്ട് നടന്ന് അവസാനം ആ പയ്യന്മാര് താമസിക്കുന്ന വാടക വീട്ടിലെത്താണ്. എന്നാൽ പോലീസ് വരുന്ന കാണുമ്പോൾ തന്നെ ഒരുത്തൻ പേടിച്ച് വരണ്ടിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി പോകുന്നുണ്ട്. അതായത് അവന്മാർക്ക് അറിയാലോ അവസാനമായിട്ട് ലവ്ലിയെ അവരാണ് ഫോളോ ചെയ്തത്. അതിനുശേഷം അവളെ കാണാതായിട്ടുണ്ടെന്ന്. അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന ബാക്കി പയ്യന്മാരെ കൂട്ടിട്ട് അവർ 4 പേരും പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് കടക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കടയിൽ വന്ന ആ 2 പയ്യന്മാരാരാ? അങ്ങേര് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെ 2 പേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. എന്നിട്ട് ഹീറോ തന്റെ സംശയങ്ങൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വന്നു എന്ന കാര്യം ശരിയാ. ഞങ്ങൾ അവളെ പിന്തുടർന്ന് പോയിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീടിന്റെ അരികിലെത്തിയപ്പോൾ അവളെ വീട്ടിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് കരുതുക. എന്നാൽ അപ്പോഴാണ് നാട്ടിൽ മീൻ വിൽക്കുന്ന ഒരാളുണ്ട്, അയാള് അതിലെ വന്നത്. അയാളെ ആണെങ്കിൽ ലവ്ലിക്ക് പരിചയം ഉണ്ടായിരുന്നു. അങ്ങേരെ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ലവ്ലി നേരെ നടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം സത്യമായിട്ടും അവൾക്ക് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഞങ്ങൾ അവൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ഹീറോ ആനന്ദിന് അവര് പറയുന്നത് തീരെ വിശ്വാസമാകുന്നില്ല. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ ഇവരോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, 2 എണ്ണം കിട്ടുകൊടുത്താൽ അവരുള്ള സത്യം പറഞ്ഞോളൂ. എന്നാൽ പുറത്ത് മുഴുവനായിട്ട് ജനം തടിച്ചുവിട്ടിട്ടില്ലേ? ഹീറോ പറയുന്നുണ്ട്, അവരുടെ മേലെ ഇപ്പൊ കൈ വെക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവര് പറഞ്ഞ പോലെ ആ ഒരു മീൻകാരൻ ലവ്ലിയോടെ നിന്ന് നടന്നു പോകുന്നത് കണ്ടതല്ലേ, അവനെ ഒന്ന് ചോദ്യം ചെയ്ത് നോക്കാം. ഇതുവരെ നമ്മൾ കരുതിയ പോലെ ഇതൊരു സാധാരണ മിസ്സിംഗ് കേസാവാൻ സാധ്യതയില്ല. നാട്ടിലുള്ള പുഴയില്, കുന്നില്, കുളത്തില്, തടാകത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്ക്. ഒരു ചെറിയ സ്ഥലം വരെ ഒഴിവാക്കാൻ പാടില്ല. ഏതെങ്കിലും പെൺകുട്ടിയുടെ ബോഡി ഉണ്ടോന്ന് ഒന്ന് ഉറപ്പിക്ക്. അങ്ങനെ ഒരു കോൺസ്റ്റബിള് ആ ഒരു കാര്യം നോക്കാൻ പോകുന്നുണ്ട്. അടുത്ത സീല് നമ്മുടെ ഹീറോയിലെ നേരെ പോകുന്നത് ലവ്ലിയുടെ വീട്ടിലാണ്. അങ്ങനെ ലവ്ലിയുടെ റൂം ചെക്ക് ചെയ്യുമ്പോൾ റൂം മുഴുവനായിട്ട് ജീസസിന്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മാത്തനോട് ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മോക്ക് നല്ല ദൈവവിശ്വാസം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലോ, വീട് മുഴുവൻ ജീസസിന്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അത് ശരിയാ സാറേ, എന്റെ മകൾക്ക് ചെറുപ്പം മുതലേ ഒരു കന്യാസ്ത്രീ ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഞങ്ങളാണ് അവൾ അതിനെ അയക്കാതെ. അത്രത്തോളം അവൾക്ക് ദൈവഭക്തിയുള്ള ഒരു കുട്ടിയാണ്. അതിനുശേഷം ലവ്ലിയുടെ അമ്മയും അതുപോലെ ചേച്ചി, അനിയത്തി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ലവ്ലി ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അപ്പോഴാണ് ലവ്ലിയുടെ ചേച്ചി പറയുന്നത്, എന്റെ അനിയത്തി സാധാരണ ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് അവളുടെ കൂട്ടുകാരികളെ മീറ്റ് ചെയ്ത് അവരുമായിട്ട് ഗ്രൂപ്പ് സ്റ്റഡിയിലും കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് വരിക. നമ്മളും അതുപോലെ അവളുടെ കൂട്ടുകാരികളുടെ കൂടെയാണ് അവളെന്ന് കരുതിയിരുന്നതാണ്. അപ്പൊ ഹീറോ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും കൂട്ടുകാരികളുണ്ടോ? അവരുടെ അവള് ഗ്രൂപ്പ് സ്റ്റഡിക്ക് പോകാറുണ്ടോ? അപ്പൊ അമ്മ പറയുന്നുണ്ട്, ഇല്ല സാറേ, എന്റെ മകൾക്ക് ആകെ കോളേജിൽ മാത്രമേ കൂട്ടുകാരികളുള്ളൂ, അവരുമായിട്ട് മാത്രമേ അവള് ഗ്രൂപ്പ് സ്റ്റഡിക്ക് പോകാറുള്ളൂ. ഇവിടെ ആകെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അവളുടെ അനിയത്തിയും അവളുടെ ചേച്ചിയും മാത്രം. എന്റെ മൂത്ത മോള് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതാ. ഒരാഴ്ച മുമ്പാണ് അവള് വീട്ടിലേക്ക് വന്നേ. നമ്മുടെ ഫാമിലിയോട് ആയിക്കോട്ടെ എല്ലാവരോടും അവള് നല്ല സ്നേഹമുള്ള കുട്ടിയാ. എന്നാൽ അവള് പെട്ടെന്ന് എങ്ങോട്ടാ പോയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലവ്ലിയുടെ അനിയത്തിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിന്നോട് ചേച്ചി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എവിടെയെങ്കിലും പോകുന്നതായിട്ട്? അപ്പൊ അവള് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ അടുത്തൊരു ചർച്ച് മടമുണ്ട്, അവിടുത്തെ ഫാദർ ആയിട്ടുള്ള ഫാദർ തോമസ് അദ്ദേഹത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സംശയം വരുന്നുണ്ട്, ഇനിയിപ്പോ ലവ്ലി ആ ഒരു ചർച്ച് മഠത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ? ആ ഒരു മഠത്തിനെ കുറിച്ചും ഫാദർ തോമസിനെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ലില്ലിയുടെ അച്ഛൻ മാത്രം ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എന്റെ മകൾ ഇടക്കിടക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങേരെ കാണാൻ മഠത്തിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല സാധാരണ ഒരു മഠമാകുമ്പോൾ അവിടെ മറ്റ് ഫാദേഴ്സോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ ഉണ്ടാവാറില്ലേ? എന്നാൽ മാത്തം പറയുന്നുണ്ട്, ഇല്ല സാറേ, അങ്ങേരുടെ കൂടെ ആകെ 2 ഫാദേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരു ഫാദർ കുറച്ച് നാൾ മുമ്പ് മരണപ്പെട്ടു പോയി, മറ്റൊരു ഫാദർ വേറൊരു ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്തു. അപ്പോൾ ആനന്ദ് തീരുമാനിക്കുന്നുണ്ട്, എന്തായാലും നേരിട്ട് ഫാദർ തോമസിനെ പോയി ചോദ്യം ചെയ്യണേ. അങ്ങനെ മഠത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കൂടെയുള്ള ഹെഡ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ പെട്ടെന്ന് ഇടപെടിയെന്ന് ഫാദർ തോമസിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ചർച്ചിന്റെ വിഷയമല്ലേ. കുറച്ച് നാൾ മുൻപ് ഇവിടെ ഇതേപോലെ 2 ചർച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നം നടന്നതാ. അതുകൊണ്ട് മഠത്തിലേക്ക് പോകുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. അപ്പൊ ഹീറോ, ഇനി ഒന്നും ചിന്തിക്കാനില്ല, ലവ്ലിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായേ മതിയാവും. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? അവര് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പോലെ ഞങ്ങൾ എന്തായാലും വരില്ലേ. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഒരു ചർച്ച് മഠത്തിലേക്ക് പോകുമ്പോൾ ഓൾറെഡി കുറേയധികം ആളുകൾ അതിന്റെ മുൻപിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ അവരോട് പറയുന്നുണ്ട്, ലവ്ലിയുടെ മിസ്സിംഗുമായിട്ട് ഫാദർ തോമസിനെ അദ്ദേഹത്തെ എനിക്കൊന്ന് ചോദ്യം ചെയ്യണം, ഒന്ന് ഉള്ളിലേക്ക് കടത്തിവിട്. എന്നാൽ അവർ പറയുന്നുണ്ട്, അങ്ങനെ പോലീസിനെ ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല സാറേ, ചിലപ്പോൾ നിങ്ങൾ ഉള്ളിൽ പോയിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് പോയാലോ. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്, അവരാണെങ്കിൽ തടുത്ത് ഫോഴ്സ് ചെയ്യാണ്. അവസാനം അങ്ങോട്ടും
ഇങ്ങോട്ടും അടിപിടിയാവാണ്. അപ്പോഴാണ് ആ ഒരു പ്രശ്നം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നത്, അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പൊ ഹീറോ, ലവ്ലി മിസ്സിംഗ് കേസിലെ ഫാദർ തോമസിനെ ചോദ്യം ചെയ്യാൻ വന്നതാ. അതിനു മുൻപ് നിനക്ക് എന്നോട് പെർമിഷൻ ചോദിക്കണമെന്ന് അറിയില്ലേ? എല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ട് നിനക്ക് തന്നെ പേര് വാങ്ങാനാ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നത്, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നാട്ടിലെ പുഴയും തടാകവും കിണറും ഒക്കെ അരിച്ചു പെറുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും ഷോക്കായിട്ട് തരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ബോഡി എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആ ഒരു ചർച്ച് മഠത്തിന്റെ കുറച്ചകലുള്ള ഒരു കിണറ്റിൽ നിന്നാണ്. അങ്ങനെ കയറിൽ കെട്ടിയിട്ട് ആ ഒരു ബോഡി പുറത്തേക്ക് എടുക്കുമ്പോൾ ഓൾറെഡി ചാക്കില് കെട്ടിയ രീതിയിലാണ് ആ ഒരു ബോഡി കിണറ്റിലേക്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ചാക്ക് തുറന്നു നോക്കുമ്പോൾ ആ ഒരു ബോഡി വേറെ ആരുതുമല്ല, ഇവരെത്രയും നേരം തേടിക്കൊണ്ടിരുന്ന ലവ്ലിയുടെ തന്നെയാണ്. അതായത് അവളെ ആരോ കൊലപ്പെടുത്തിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കിണറ്റിൽ തള്ളിയതാണ്. ആ കാഴ്ച കണ്ടിട്ട് ലവ്ലിയുടെ അച്ഛൻ മാത്രം തകർന്നു പോകുന്നുണ്ട്. അതേസമയത്ത് ഓൾറെഡി 2 പയ്യന്മാരെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ഇൻസ്പെക്ടർ അവരെ പഞ്ഞുകിട്ട് ചോദിക്കുന്നുണ്ട്, മര്യാദക പറഞ്ഞോ, നിങ്ങളല്ലേ അവളെ കൊന്നുകളഞ്ഞ്? അത്രയ്ക്ക് അടി കിട്ടിയിട്ടും അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങളല്ല, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ, സാറേ ഓൾറെഡി അവർ പറഞ്ഞത് ഇവര് ലവ്ലിയെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു മീൻകാരൻ കണ്ടിരുന്നെന്നാണ്. ആ ഒരു കാര്യം നമ്മൾ ഒന്ന് കൺഫേം ചെയ്തപ്പോൾ അങ്ങേര് അവൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോയത് കണ്ടിട്ടുണ്ട്. അതായത് ഇവര് പറഞ്ഞ കാര്യം സത്യം തന്നെ സാറേ, ഇവരല്ല എന്തായാലും ലവ്ലിയെ കൊലപ്പെടുത്തിയെ. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല നീ എന്ത് പോലീസാ, നീ എന്താ ഇങ്ങനെ ചിന്തിക്കാതെ? അതായത് ആ ഒരു മീൻകാരൻ പോയ ശേഷം ഇവര് പിന്നെയും ലവ്ലിയുടെ പിന്നാലെ പോയിട്ടില്ലാന്ന് എന്തോ ഉറപ്പ്? അതിനുശേഷം അവളെ അബ്യൂസ് ചെയ്തിട്ട് അവസാനം കൊലപ്പെടുത്തി കിണറ്റിൽ താത്തതായി കൂടെ. പിന്നെ ഈ ഒരു കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇതെന്തായാലും ഞാനിനി ഡീൽ ചെയ്യുന്നില്ല. നമ്മുടെ ഹെഡ് DSP ആണ് ഇനി നേരിട്ട് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. പിന്നെ അങ്ങനെ കുറിച്ചൊരു കാര്യം പറയാം, എന്നെ പോലെയല്ല, ഭയങ്കര ദേഷ്യക്കാരനാണ്. അയാളെടുത്ത് പോയിട്ട് നിന്റെ മണ്ടൻ സംശയങ്ങളും പൊട്ടത്തരങ്ങളും വിളമ്പാൻ നിൽക്കണ്ട. വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ അത് ഭയങ്കര ദയനീയായിരിക്കും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോയിലെ ആ ഒരു ഏരിയയുടെ മാപ്പ് വെച്ചിട്ട് ആ ഒരു പെട്ടിക്കടലിൽ നിന്ന് ആ പയ്യന്മാരുടെ വീട്ടിലേക്കുള്ള ദൂരം, അതിന്റെ ചർച്ചിലേക്കുള്ളത്, അത് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്കുള്ളത്, അങ്ങനെ ഓരോ ഏരിയയും ഹീറോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്ത സൈഡില് ഈ ഒരു കേസ് ഏറ്റെടുത്ത DSPയിലെ അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് SIയോട് പറയുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾ അറസ്റ്റ് ചെയ്ത 2 പയ്യന്മാരില്ലേ, അതിൽ ഒരുത്തിന് എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടിന്റെ മകനാ, അവനെ വിട്ടേക്ക്. അതുപോലെ രണ്ടാമത്തെ പയ്യനില്ലേ, അവന്റെ അച്ഛന് നല്ല പൈസയുടെ കുടുംബത്തില്, അപ്പോൾ 2 പേരെയും അങ്ങ് വിട്ടേക്കാം. ഇപ്പോ ഈ ഒരു കേസാണെങ്കിൽ ആ ഒരു ചർച്ച മാടായിട്ട് ബന്ധപ്പെട്ടതല്ലേ, വൈകുന്നേരം ലവ്ലിയുടെ ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ ഉറപ്പായിട്ടും മാത്തന്റെ വിഭാഗവും ചർച്ച വിഭാഗം തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്. എന്നാൽ അത് നടക്കാതെ തടുക്കണമെങ്കിൽ ലവ്ലിയുടെ മരണച്ചടങ്ങ് നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കേസിൽ കുറ്റവാളിയായിട്ട് ഒരുത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തേ മതിയാവും. അപ്പൊ ഹീറോ, സാറേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ? അപ്പോൾ DSPയും പറഞ്ഞു. അപ്പൊ ഹീറോ ആ ഒരു ഏരിയയുടെ മാപ്പ് വെച്ചിട്ട്, സാറേ ഇതാണ് ഈ ഒരു നാടിന്റെ മാപ്പ്. പിന്നെ ലവ്ലിയുടെ ബോഡി കിട്ടി ആ ഒരു കിണറിലെ ആ കിണറും ആ പയ്യന്മാര് സ്റ്റേ ചെയ്തിട്ടുള്ള വീടുമായിട്ട് ഒരു 500 മീറ്ററിന്റെ ദൂരമുണ്ട്. ഇനിയിപ്പോ അവരാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെങ്കിൽ ആരും കാണാതെ അവർക്ക് ആ ഒരു ബോഡി ആ കിണറ്റില് കൊണ്ടുപോയിടല് അത് സാധ്യമല്ല. എന്നാൽ ആ ഒരു കിണറ്റിന്റെ തൊട്ടരികിൽ തന്നെയാണ് ആ ചർച്ച് മഠമുള്ളത്. അതുമാത്രമല്ല അന്വേഷണത്തില് ലവ്ലി ആണെങ്കിൽ ഇടയ്ക്ക് ആ മഠത്തിലെ ഫാദറിനെ കാണാന് ചർച്ചിലേക്ക് പോകുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ഫാദറിനെ ഒന്ന് ചോദ്യം ചെയ്തുകൂടാ? എന്നാൽ ഓൾറെഡി DSP തീരുമാനിച്ചത് ആ ഒരു ചർച്ചും ജനങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ആരെങ്കിലും പിടിച്ചിട്ട് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാനാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ലവ്ലിയുടെ മരണമായിട്ട് ചർച്ചിനാണ് ബന്ധമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. DSPക്ക് ദേഷ്യമെന്ന് പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ ഉന്നയിക്കരുത്. ഈ ഒരു കേസ് ഇപ്പോൾ ഞാനല്ലേ ലീഡ് ചെയ്യുന്നേ, ബാക്കി കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. ഇതുപോലുള്ള മണ്ടത്തിൽ ഉന്നയിച്ചിട്ട് എന്റെ മുമ്പിലേക്ക് ഇനി വരാൻ നിൽക്കണ്ട. അതിനുശേഷം ആ ഒരു ചർച്ച മഠത്തിലും അതുപോലെ ആ ഏരിയയിൽ മുഴുവനായിട്ട് പോലീസ് ഡോഗിനെ കൊണ്ട് DSPയും ടീമും എവിഡൻസ് കളക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ക്ലൂവും അവർക്ക് കിട്ടുന്നില്ല. ഓൾറെഡി നമ്മുടെ ഹീറോയുടെ സംശയം എന്തായിരുന്നു, ആ ഒരു ഫാദറിനെ ചോദ്യം ചെയ്യണമെന്നല്ലേ. എന്നാൽ DSP ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഫാദർ ലവ്ലി മരണപ്പെട്ട ദിവസം ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല, ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോയിരുന്നു. അങ്ങനെ അതിന്റെ തെളിവും ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഓൾറെഡി ലവ്ലിയുടെ ബോഡി കിട്ടിയിരുന്നില്ലേ, അപ്പോൾ ആ ചാക്കിന്റെ ഉള്ളിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു ലുങ്കി നമ്മുടെ DSP കാണിച്ചിട്ട് ആ നാട്ടിലെ മീൻ വെക്കുന്ന, പത്രിടുന്ന, അതുപോലെ പാല് കൊടുക്കുന്ന 3 ആൾക്കാരെ വിളിച്ച് ഇതുപോലുള്ള ലുങ്കി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ലവ്ലിയുടെ വീട്ടിലോ ആ ഒരു ഏരിയയിൽ ആരുടെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ? കാരണം ഈ നാട്ടിലെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നത് അത് നിങ്ങളാണ്. അപ്പോൾ മീൻകാരൻ പറയുന്നുണ്ട്, സാറേ ഈ ലുങ്കി നമ്മുടെ സഹദേവനില്ലേ, അവന്റെ വീട്ടിന് മുമ്പിൽ ആറിട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നായെ കൊണ്ട് ആ ഒരു ലുങ്കി മണപ്പിച്ചിട്ട് ആ ഒരു ഡോഗിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് നേരെ പോകുന്നത് ഇവർ പ്രതീക്ഷ പോലെ ആ ഒരു സഹദേവനില്ലേ അയാളുടെ വീട്ടിലേക്കാണ്. ആ നായെ കണ്ടിട്ട് സഹദേവന്റെ മകൻ തന്നെ പേടിച്ചു പോകുന്നുണ്ട്. ഈ സഹദേവൻ ആരാന്ന് വെച്ചാൽ ആ ഒരു നാടിനെ വിറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗുണ്ടയായിരുന്നു. എന്നാൽ ശിക്ഷ കെട്ടി ജയിലിൽ പോയി വന്ന ശേഷം പിന്നീട് ഗുണ്ടാപ്പണിയൊന്നും ചെയ്യാതെ നല്ല ഡീസന്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നായാണെങ്കിൽ നേരെ സഹദേവന്റെ വീട്ടിലല്ലേ വന്നേ, പോലീസ് ആണെങ്കിൽ അവനെടുത്ത് പഞ്ഞു കിട്ടിട്ട് നേരെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട്, പൊന്നുമോനെ സത്യം പറഞ്ഞോ, നീ തന്നെയല്ലേ ആ പെൺകുട്ടി കൊലപ്പെടുത്തിയത്? എന്നാൽ അയാൾ പറയുന്നുണ്ട്, ജയിലിൽ പോയി വന്ന ശേഷം ഞാനൊരു മോശത്തരം കാണിച്ചിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ DSPക്കാണെങ്കിൽ
ആരുടെയെങ്കിലും തലയിൽ ഈ ഒരു കേസ് വെച്ചുകൊടുത്താൽ മതി എന്ന് മാത്രമാണ്. അത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. സഹദേവൻ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കുന്നത് നമ്മുടെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലൗലിയുടെ അച്ഛൻ മാത്രം വരികയാണ്. അങ്ങേര് പറയുന്നുണ്ട്, എന്റെ മകളുടെ ചടങ്ങൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്റെ മോൾ കൊന്നു പറഞ്ഞിട്ട് സഹദേവനല്ലേ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചെറുപ്പം മുതലേ എനിക്ക് അവൻ അറിയുന്ന ഞങ്ങളുടെ കുടുംബത്തോട് അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പൊ ഹീറോ, നമ്മള് ദൈവമൊന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, എപ്പോ വേണമെങ്കിലും നമ്മുടെ ചിന്ത മാറാലോ. ഇനിയിപ്പോ സഹദേവൻ തന്നെയാണ് നിങ്ങളുടെ മകളോട് ഈ ഒരു ക്രൂരത ചെയ്തതെങ്കിലോ, നിങ്ങൾ എന്താ അങ്ങനെ ഒന്നും ചിന്തിക്കാത്തെ? അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് ശരിയാ, മനുഷ്യരല്ലേ, എപ്പോ വേണമെങ്കിലും മനസ്സ് മാറാം. പിന്നെ എന്റെ മകളുടെ ആത്മാവിന് ശാന്തി കിട്ടാനെങ്കിലും അവളെ കൊലപ്പെടുത്തിയ കൊലയാളി ഒന്ന് കണ്ടുപിടിക്കണേ. ലൗലിയുടെ അച്ഛന്റെ കൂടെ വേറൊരാളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഏരിയയിലെ ഒരു ഡ്രൈവറാണ്. അങ്ങേര് പറയുന്നുണ്ട്, സാറേ അവസാനമായിട്ട് ലൗലിയെ ഞാനാ കണ്ടിരുന്നേ. അതെവിടെയാ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചർച്ച് മഠത്തിലേക്ക് അവള് കയറി പോകുന്നതായിരുന്നു. അപ്പോൾ ഹീറോ ലൗലിയുടെ അച്ഛന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഇനി ഏത് വിധേനയും നിങ്ങളുടെ മകളുടെ കൊലയാളിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് ഹീറോയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന കോൺസ്റ്റബിൾ ഇല്ലേ, അങ്ങനോട് പറയുന്നുണ്ട്, നമുക്ക് ഒഫീഷ്യലി ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ അൺഒഫീഷ്യലി ഈ കേസ് അന്വേഷിക്കാൻ പോവാണ്. എന്നാലിപ്പോൾ ഹീറോയ്ക്ക് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയതും അവസാനമായിട്ട് ലൗലി ഫാദറിന്റെ മഠത്തിലേക്ക് കയറിപ്പോന്ന് കണ്ടുവന്നല്ലേ. അപ്പോൾ ഫാദറിനെ വേണം ചോദ്യം ചെയ്യാൻ. എന്നാൽ എങ്ങനെ തലകുത്തിന്നാലും നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു മഠത്തിൽ കയറാനോ ഫാദറിനെ ചോദ്യം ചെയ്യാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഹീറോ ഒരു കള്ളനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു മഠത്തിന്റെ ഉള്ളിൽ കയറി വാതിലൊക്കെ തുറന്നിട്ട് അവിടുന്ന് ഒരു ശില അടിച്ചു മാറ്റിയിട്ട് പോവാണ്. പെട്ടെന്ന് ഫാദർ തോമസ് അങ്ങേര് ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് ആ കള്ളൻ രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങേര് കണ്ടിട്ടുണ്ട്. എന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഹീറോ ആനന്ദിലെ ആ ഒരു കള്ളനെ പിടിച്ചിട്ട് നേരെ മഠത്തിലേക്ക് വരികയാണ്. എന്നാൽ ഇപ്പോ കളവ് കേസ് അന്വേഷിക്കാനല്ലേ നമ്മുടെ ഹീറോ വന്നേ, ലൗലിയുടെ കേസല്ലല്ലോ. ഹീറോ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് അടിച്ചിട്ട് പോയതാണോ ഈ വസ്തുക്കളെന്ന് ഒന്ന് ചെക്ക് ചെയ്യേ. പോലീസിനെ കണ്ടപ്പോൾ നമ്മുടെ ഫാദർ തോമസ് ഒന്ന് ഭയന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ആശ്രമത്തിൽ തന്നെയാണ്. അപ്പൊ ഹീറോ, കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ നമുക്ക് മഠത്തിന്റെ ഉള്ളിൽ ഒന്ന് കയറണമായിരുന്നല്ലോ. ഫാദർ തോമസിന് വേറെ വഴിയില്ല, അങ്ങേരെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഹീറോയുടെ ടീം നേരെ മഠത്തിൽ കയറിയിട്ട് അവര് കള്ളന്റെ കൈരേഖയോ എവിഡൻസ് എടുക്കാനേ വന്നതല്ലോ, ലൗലിയുടെ കേസ് അന്വേഷിക്കാൻ എവിഡൻസ് കളക്ട് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഈ ഒരു മഠത്തിലേക്ക് കയറണം. അതിനു വേണ്ടിയിട്ട് നടത്തിയ ഡ്രാമയായിരുന്നില്ലേ ലൗലി ഈ മഠത്തിന്റെ ഉള്ളിലേക്ക് വന്നതിന്റെ എന്തെങ്കിലും ഒരു എവിഡൻസ് ഹീറോയ്ക്ക് കിട്ടുമെന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ഫിംഗർ പ്രിന്റ് മുഴുവനായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പെൺകുട്ടിയുടെ പോലെ തോന്നിപ്പിക്കുന്ന മുടി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ വള പൊട്ടിയത് കാണുന്നത്. ആ ഒരു പീസ് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ആ ഒരു എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ കേസിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു റിപ്പോർട്ട് നേരെ SIയുടെയോ DSPയുടെയോ കയ്യിൽ കൊടുക്കാതെ നേരെ SP യുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനോട് പറയുന്നുണ്ട്, സാറേ ഈ ഒരു എവിഡൻസിൽ ഫിംഗർ പ്രിന്റ് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം ഫാദർ തോമസിന്റെ മഠത്തിലേക്ക് ലൗലി വന്നിട്ടുണ്ടെന്ന്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഈ റിപ്പോർട്ടിലുണ്ട്, സാറ് സമയം എടുത്തൊന്ന് വായിച്ച് പഠിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അങ്ങനെ SPക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു മുടിയും അതുപോലെ ലില്ലി ആ മഠത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്തോ ഒന്നുകൂടി അങ്ങനെ വായിക്കുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഓൾറെഡി ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അവസാനമായിട്ട് ലൗലി വന്നത് നമ്മുടെ ഫാദർ തോമസിന്റെ മഠത്തിലേക്കാണ്. അതിനുശേഷമാണ് അവൾ മരണപ്പെട്ടത്. അങ്ങനെ ഫാദർ തോമസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അങ്ങേരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് SP നമ്മുടെ DSP കൂട്ടിയിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, കുറ്റവാളി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഉള്ളിലുണ്ട്. അങ്ങനെ അവർ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഫാദറെ കാണുന്നില്ല. അപ്പൊ ഫാദർ അല്ലേ, പിന്നെ ആരാ ശരിക്ക് ലൗലിയെ കൊലപ്പെടുത്തിയേ? അങ്ങനെ അവര് നേരെ അടുത്ത റൂമിലേക്ക് പോയി നോക്കുമ്പോൾ വേറെ ലെവൽ ട്വിസ്റ്റ്. അവിടെയുള്ളത് ലൗലിയുടെ ചേച്ചിയില്ലേ, അവളാണ്. നമ്മുടെ ഹീറോ ഫാദറിന്റെ മഠത്തിൽ കയറിയ ശേഷം എവിഡൻസ് കളക്ട് ചെയ്തപ്പോൾ ഒരു മുടി കിട്ടിയിരുന്നില്ലേ, അതിന്റെ കൂടെ വേറൊരു മുടി കിട്ടിയിരുന്നു. അതിൽ കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ ലൗലിയുടെ വീട്ടില് ഇൻവെസ്റ്റിഗേഷന് പോയപ്പോൾ അവളുടെ ചേച്ചിയുടെ മുടി കളർ ചെയ്തത് ഹീറോ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് അവളോട് ഒന്ന് കനത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവസാനം അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ലൗലി കൊല്ലപ്പെട്ടെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫാദർ തോമസിന് ഒരു മകനുണ്ട്. അവൻ പുറം നാട്ടിലൊരു ലോ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ സ്റ്റഡി ഹോളിഡേക്ക് നാട്ടിലേക്ക് വന്നതാണ്. അതേ ദിവസം തന്നെയാണ് ലൗലി തന്റെ എക്സാം ഹോൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫാദർ തോമസ് മറ്റൊരു ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ട് അങ്ങോട്ടും പോയിട്ടുണ്ട്. സാധാരണ ഫാദർ അങ്ങോട്ട് ഒരു മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വല്ലാതെ ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വരാറ്. അപ്പോഴാണ് ആ ഒരു മഠത്തിന്റെ ഉള്ളില് നമ്മൾ ലൗലിയുടെ ചേച്ചിയെ കാണുന്നത്. കൂട്ടത്തില് ഫാദറിന്റെ മകനുമുണ്ട്. അതായത് ഇവര് രണ്ടുപേരും കുറച്ച് നാളായിട്ട് പ്രണയിക്കുന്നുണ്ട്. അങ്ങനെ അവര് ആ ഒരു മഠത്തില് ടൈം സ്പെൻഡ് ചെയ്യാണ്. എന്നാൽ അപ്പോഴാണ് ലൗലി ഫാദറിനെ കൊണ്ട് എക്സാമിന് മുമ്പൊന്ന് പ്രെയർ ചെയ്യിപ്പിക്കാനായിട്ട് മഠത്തിലേക്ക് വരുന്നത്. അവിടെ വെച്ച് തന്നെ തന്റെ ചേച്ചിയും ഫാദറിന്റെ മകനെയും ഒന്നിച്ച് അവൾ കാണുകയാണ്. ലൗലി ഉടനെ പറയുന്നുണ്ട്, ഇത് ഉറപ്പായിട്ടും ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറയും. എന്നാൽ അവര് രണ്ടുപേരും പിന്നാലെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ആരോടും പറയലെന്ന് അവളോട് കെഞ്ചി നോക്കുന്നുണ്ട്. എന്നാൽ അവര് പറയുന്നത് ലൗലി കേൾക്കാതെ അച്ഛനോട് പറയാന് അവിടുന്ന് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വരുന്നതിന്റെ ഹോൺ ശബ്ദം കേൾക്കാണ്. അപ്പോൾ അവർ രണ്ടുപേരും ലൗലിയുടെ വായ പൊത്തിയിട്ട് ആ ഒരു മഠത്തിനുള്ളിലേക്ക് അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. ഫാദറിന്റെ
തന്റെ മകനിലെ അവൻ വല്ലാതെ പേടിച്ചു പോയതാണ്. കാരണം ഇനിയിപ്പോൾ വന്നത് തന്റെ അച്ഛനാണെങ്കിലോ ലൗലിയാണെങ്കിൽ കാറ് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ വായാണെങ്കിൽ അവൻ പൊത്തി പിടിക്കുകയാണ്. അവളുടെ ചേച്ചി ആരാണ് പുറത്തു വന്നതെന്ന് ജനലിലൂടെ ഏന്തി നോക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്തൊരു പോസ്റ്റ്മാൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പേടിക്കാനൊന്നുമില്ല, അത് പോസ്റ്റ്മാനാ, അയാൾ കുറച്ചും അങ്ങ് പോയിക്കോളും. നീ എന്റെ അനിയത്തി ലൗലിയുടെ മുഖത്തുനിന്ന് കൈയെടുക്ക്, അവളോട് പറഞ്ഞ കാര്യം മനസ്സിലാവും. എന്നാൽ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഓൾറെഡി അവനവളുടെ മുഖം പൊത്തി പിടിച്ചിരുന്നില്ലേ, അതില് ശ്വാസം മുട്ടിട്ട് അവൾ മരണപ്പെട്ടു പോയിരുന്നു. ആ ഒരു കാഴ്ച കണ്ടിട്ട് അവളുടെ ചേച്ചി തരിച്ചു പോകുന്നുണ്ട്. ഫാദറിന്റെ മകനാണെങ്കിൽ അവനും പേടിച്ച് ആ റൂമിന്റെ ഒരു അരികിൽ പോയിരിക്കുകയാണ്. എന്നാൽ ലൗലിയുടെ ചേച്ചി അവനെ വല്ലാതെ പ്രണയിക്കുന്നില്ലേ, അതുകൊണ്ട് ആരോടും ആ ഒരു സത്യം പറയുന്നില്ല. രാത്രിയാകുമ്പോൾ അനിയത്തി അവളെ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും ചെയ്യും, ഉറപ്പായും തേടി ഇറങ്ങും ചെയ്യും. അങ്ങനെ അവളവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. പോകുന്ന വഴിക്ക് ആ ഒരു സഹദേവന്റെ വീടിന്റെ അരികിൽ നിന്ന് ആ ഒരു ലുങ്കിയിലെ അത് അവളുടെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലുങ്കി വെച്ചിട്ട് ഫാദറിന്റെ മകനും ലൗലിയുടെ ചേച്ചിയും കൂടി അവളുടെ കൈ കാലുകളൊക്കെ കെട്ടിയിട്ട് ഒരു ചാക്കിലേക്ക് അവളെ ആക്കുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി ആ ഒരു ചർച്ചിന്റെ അരികിലുള്ള കിണറ്റിന്റെ അരികിലേക്ക് ലൗലിയുടെ ബോഡി എടുത്തിട്ട് വരികയാണ്. അപ്പോഴാണ് അവർ കാണുന്നത് ലൗലിയെ തേടിയിട്ട് അവളുടെ അച്ഛൻ വരുന്നത് കാണുന്നത്. അപ്പോൾ ഫാദറിന്റെ മകൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇവിടെ നടന്ന കാര്യം നീ ആരോടും പറയരുത്. അതിനുശേഷമാണ് ചാക്കിൽ കെട്ടിയ ലൗലിയുടെ ബോഡി ആ ഒരു കിണറ്റിലേക്ക് അവൻ തള്ളിയിടുന്നത്. അങ്ങനെ ശരിക്ക് ലൗലി എങ്ങനെയാണ് മരണപ്പെട്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ അവളുടെ ചേച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫാദർ തോമസിന്റെ മകനെ നമ്മുടെ ഹീറോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോ കേസിന്റെ വാദം നടത്താൻ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോണ്ടേ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഹീറോയെ തന്നെ SP ഏൽപ്പിക്കുകയാണ്. എന്നാൽ അറസ്റ്റ് ചെയ്തത് ഒരു ഫാദറിന്റെ മകനെയല്ലേ, അതുകൊണ്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഫാദറിനോട് ആരോ പക വീട്ടാന് മകന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അവനെ അറസ്റ്റ് ചെയ്താന്ന് പറഞ്ഞ് കോടതിയുടെ പുറത്ത് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മീഡിയ ചുറ്റി വളഞ്ഞ കാര്യമൊക്കെ നമ്മുടെ ഹീറോ ആനന്ദിനെ SP വിളിച്ച് പറയുന്നുണ്ട്. പുറത്തുള്ള ജനങ്ങളെയോ മീഡിയ കണ്ട് നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് കുറച്ചധികം ശ്രദ്ധയോടെ അവനെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്ക്. അങ്ങനെ അവനെ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവന്റെ കയ്യില് വിലങ്ങിട്ടിട്ടാണ് അവനെ മുകളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കോടതിയുടെ പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫാദർ തോമസിന്റെ മകനിലെ നമ്മുടെ ഹീറോയുടെ കയ്യിലെ വിലങ്ങ് ചെറുതായിട്ട് അയഞ്ഞു കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് കൊതറി ഓടുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ അവന്റെ കയ്യിലെ ആ ഒരു വിലങ്ങില്ലേ അത് ലോക്ക് ചെയ്യാതെ വെറുതെ പിടിച്ചതായിരുന്നു. എന്നാൽ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പിന്നാലെ നമ്മുടെ ഹീറോയും 2 കോൺസ്റ്റബിൾസും അവനെ പിടിക്കാൻ പായുന്നുണ്ട്. എന്നാൽ അവർക്ക് പിടികൊടുക്കാതെ അവൻ ഓടി ഒരു റെയിൽവേ പാലത്തിന്റെ അരികിലെത്തിയിട്ടുണ്ട്. എന്നാൽ ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. അവൻ ചാടി ട്രാക്കിലേക്ക് കയറുമ്പോൾ അതിനുള്ളിൽ ട്രെയിൻ പാഞ്ഞു വരികയാണ്. ഹീറോയെ മാറടാന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ട്രെയിൻ അവനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആനന്ദിന്റെ കൺമുമ്പിൽ വെച്ച് ഫാദർ തോമസിന്റെ മകൻ മരണപ്പെട്ടു പോയില്ലേ, ആ കാഴ്ച കണ്ട് ഹീറോ തരിച്ചു നിൽക്കുന്നുണ്ട്. കാരണം അവനൊരു കൊല ചെയ്ത കൊലയാളിയല്ലേ. കുറ്റവാളിക്ക് വേണ്ട സുരക്ഷ കൊടുത്ത് കോടതിയിലേക്ക് ഹാജരാക്കാതെ അവന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയതിനും അവന്റെ മരണത്തിന് കാരണമായതിനും നമ്മുടെ ഹീറോ ആനന്ദിനെയും ആനന്ദിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 കോൺസ്റ്റബിൾസിനെയും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മുടെ ഹീറോ സസ്പെൻഡിലാവുന്നതും അതിനുശേഷം മാസം SP കാണാമെന്ന് എപ്പോഴാണ് തനിക്ക് പുതിയ പോസ്റ്റിംഗ് കിട്ടാന്ന് അന്വേഷിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പോഴും അതുപോലെ തനിക്ക് എപ്പോഴാണ് പോസ്റ്റിംഗ് കിട്ടാന്ന് അന്വേഷിക്കാനാണ് ഹീറോ വന്നത്. അപ്പോൾ SP പറയുന്നുണ്ട്, ഞാൻ പറ്റുന്ന പോലെ ശ്രമിച്ചതാ, നിനക്ക് പോസ്റ്റിംഗ് കിട്ടാതിരിക്കാനേ മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്നേരെ ഭയങ്കര പ്രഷറാണ്. എന്നാൽ അവരെയൊക്കെ ഞാൻ പറഞ്ഞൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ലൗലി മാത്തം കേസിൽ നീ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു, അതിനെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ്. എന്നാൽ നിന്നെ എനിക്കിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിയമിക്കാൻ പറ്റില്ല, അതിന് ചില പ്രശ്നമുണ്ട്. എന്നാൽ സ്റ്റേഷനിൽ പോസ്റ്റ് തരാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ ഒരു ഫയല് നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു ഫയൽ SP കൊടുക്കുമ്പോൾ ആ ഒരു കേസിന്റെ പേരാണ് ശ്രീദേവി മർഡർ കേസ്. അതായത് 6 വർഷം മുൻപ് കോട്ടയത്തിലെ ഒരു ഗ്രാമത്തിലെ ശ്രീദേവി എന്ന ഒരു പെൺകുട്ടിയെ രാത്രി സമയത്ത് ആരോ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു കേസ് ഫയലാണിത്. ഇതുവരെ ശ്രീദേവിയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് ഒരു പോലീസ് ഓഫീസറിനും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI എല്ലാ സെക്ഷനും അരിച്ചു പെറുക്കിയതാണ്. എന്നാൽ ഇപ്പോഴും ശ്രീദേവിയുടെ കൊലയാളി അവരെയൊക്കെ കബളിപ്പിച്ചിട്ട് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലിപ്പോ ഗവൺമെന്റ് അവസാനമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ആ നാട്ടിലേക്ക് പോയിട്ട് അവസാനമായിട്ട് ഒന്ന് കേസ് അന്വേഷിക്കുന്ന പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു കേസ് എന്റെ കയ്യിൽ വന്നത്. എന്നാൽ ആനന്ദേ, എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ആ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ആ നാട്ടിലേക്ക് നീ പോയിട്ട് ഉടനെ തന്നെ അന്വേഷണം ആരംഭിച്ചോ. വേണമെങ്കിൽ നിന്റെ കൂടെ സസ്പെൻഷനിലായിട്ടുള്ള ആ 3 കോൺസ്റ്റബിൾസിലെ അവരെയും കൂട്ടിക്കോ. ശ്രീദേവി മർഡർ കേസിലെ യഥാർത്ഥ കൊലയാളിയെ നിനക്ക് കണ്ടെത്താൻ പറ്റിയാലേ ഇപ്പോ നിങ്ങളുടെ പേരുള്ള ചീത്തപ്പേരിലെ അത് എല്ലാവരും മറക്കും. നിങ്ങളെ ആരൊക്കെ കളിയാക്കുന്നുണ്ടോ അവരൊക്കെ തിരിച്ച് നിങ്ങളെ സല്യൂട്ട് ചെയ്യും. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോ ബാക്കി ടീമിനെ പോലെ തന്നെ നിങ്ങൾക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ആ നാട്ടിൽ പോയിട്ട് കുറച്ച് നാൾ ഒന്ന് അന്വേഷണം നടത്തിക്കോ. എന്നിട്ടൊരു റിപ്പോർട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. അതോടെ എന്നേക്കുമായിട്ട് ഈ ഒരു കേസ് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നാൽ SP പറയുന്നത് കേട്ടിട്ടും നമ്മുടെ ഹീറോ ആനന്ദിന് പ്രത്യേകിച്ചൊരു ഹോപ്പൊന്നും കിട്ടുന്നില്ല. 6 വർഷമായിട്ട് പലരും ശ്രമിച്ചിട്ട് അവർക്കൊന്നും തെളിയിക്കാൻ പറ്റാത്ത കേസല്ലേ. ഇനിയിപ്പോ നമുക്ക് കൂടുതലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക. എന്നാൽ നമ്മുടെ ഹീറോയുടെയും അതുപോലെ തന്റെ അസിസ്റ്റൻസിന്റെയും ജോലി തിരിച്ചു കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആ നാട്ടിലേക്ക് പോകാൻ ഹീറോ തീരുമാനിക്കുകയാണ്.
ഇതുവരെ നമ്മൾ കണ്ടത് വെറും ട്രയൽ മാത്രമാണ്. ഇനിയാണ് വേറെ ലെവല് ഇൻവെസ്റ്റിഗേഷനും ട്വിസ്റ്റും പൊട്ടാൻ പോകുന്ന അടുത്ത കേസ്, അതായത് ശ്രീദേവി കേസ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ എഡിറ്റിംഗ് വർക്ക് തീർന്നിട്ടില്ല. അധികം വൈകാതെ തന്നെ വേഗം തീർത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. ഇതുവരെയുള്ള ഫസ്റ്റ് ഭാഗം ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അടുത്ത ഭാഗത്തിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.